കൂട്ടുകയാണെങ്കിൽ LDF വളരെ താഴെയാണ്. ഓരോ വാർഡിലും ഓരോ സീറ്റുകളിലും വോട്ട് പല സ്ഥാനാർത്ഥികൾക്കായി ഭിന്നിച്ച് പോയതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയപ്പോൾ പല സ്ഥലങ്ങളിലും ഒന്നാം പാർട്ടിയായി LDF വന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വോട്ടും സീറ്റും കിട്ടിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിട്ട് വന്നു. ഇപ്പോ ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ട് പലർക്കായി ഡിവൈഡ് ചെയ്ത് പോയി. അതൊരു ലോട്ടറി അടിച്ച പോലെ LDFന് കൂടുതൽ സീറ്റ് കിട്ടിയതാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ഭരണവിരുദ്ധ വികാരം ഏകസ്വരത്തിൽ UDFന് അനുകൂലമായി അടുത്ത ജനറൽ ഇലക്ഷനിൽ വരും. ഒരച്ഛന്റെ മക്കളുടെ സ്വത്ത് പല കഷ്ണങ്ങളാക്കി ഭാഗിച്ചു വരുമ്പോൾ കാര്യമായിട്ട് ആർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാവില്ല. ഈ വോട്ടെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് എല്ലാരും കൂടി എടുത്തതാണ്. അല്ലാതെ അവർക്കായിട്ട് കൂടുതൽ വോട്ട് ഒരു വാർഡിലും ഇല്ല. ഒരു പഞ്ചായത്തിലെ വോട്ട് എടുത്തു നോക്കിയാൽ ഇവർക്കെതിരായിട്ടാണ് ഭൂരിപക്ഷം ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്. ജനങ്ങൾ UDF ആണ് നല്ലത് എന്ന വിധിയെഴുത്ത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടാവും. ഡിവൈഡ് ചെയ്ത വോട്ടുകൾ ഒന്നിച്ചു കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ LDF പല വാർഡുകളിലും ഗ്രാമാവട്ടെ ബ്ലോക്കാവട്ടെ ജില്ല ആവട്ടെ പിറകിലാണ്. എല്ലാവർക്കും കൂടി കിട്ടിയ വോട്ട് ഒരു പെട്ടിയിൽ വരുന്ന ഇലക്ഷൻ വരുമ്പോൾ അവർ തോറ്റുപോകും. ഇപ്പൊ UDFനാണ് ഭൂരിപക്ഷം. ട്രിബലും സ്വതന്ത്രന്മാരും എല്ലാം കൂടി കൊണ്ടുപോയ വോട്ട് കൂടി UDFന്റെ പെട്ടിയിൽ വന്നാൽ മതി. എന്നാൽ തന്നെ UDFനാണ് ഭൂരിപക്ഷം.